ഹലോ, അസ്സാം വലൈക്കും. ഞാനിപ്പോൾ ഉള്ളത് ദേറ സിറ്റി സെൻറ്ററിലാണ്. ദേറ സിറ്റി സെൻറ്ററിലെ ഷെറഫ് ഡി ജിയിൽ നമ്മൾ ആക്ച്വലി ഒരു ഡിഷ് വാഷർ നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. ജസ്റ്റ് എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു ഡിഷ് വാഷറിന് വാങ്ങണം എന്നുള്ളൊരാഗ്രഹം. അപ്പോൾ ജസ്റ്റ് നോക്കാം, റമദാന് മുന്നേ പറ്റിയ വാങ്ങാം എന്നൊക്കെ വിചാരിച്ച് പോയതാണ്. പക്ഷേ നമ്മൾ അന്ന് തന്നെ അത് എടുത്തു അവിടെ നിന്ന് ഒരു ഡിഷ് വാഷർ നല്ലത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡും തന്നെ ചെക്ക് ചെയ്ത് അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ മനസ്സിലാക്കി. അതിന് നമ്മൾ ക്യാരി ഫോറും പോയിരുന്നു ചെക്ക് ചെയ്യാൻ. പിന്നെ പ്രൈസ് എല്ലാം കമ്പയർ ചെയ്ത് പിന്നെ തിരിച്ച് വന്ന് നമ്മൾ ഷെറഫ് ഡി ജിന്ന് തന്നെയാണ് എടുത്തത്. ഞാൻ എടുത്ത ബ്രാൻഡ് സീമെൻസ് ആണ്. സീമെൻസിൻ്റെ തന്നെ ഒരു 3 മോഡൽസ് അവിടെ വരുന്നുണ്ടായിരുന്നു. ബേസിക് മോഡൽ ഉണ്ടായിരുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ടൊരു മോഡൽ ഉണ്ടായിരുന്നു, പിന്നെ അതിൻ്റെ പ്രീമിയം മോഡലാണ് ഞാൻ എടുത്തത്. IQ700 അതാണ് മോഡലിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സും ഇതൊക്കെ കേട്ടപ്പോൾ പിന്നെ നമുക്ക് അതാണ് ഇഷ്ടമായി, നമ്മളത് എടുത്തു. പിന്നെ ഇത് ഇന്ത്യൻ കിച്ചൺ എത്രത്തോളം സ്യൂട്ടബിൾ ആവും എന്നുള്ളൊരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കുറേ ഗൂഗിളും യൂട്യൂബിലെല്ലാം നോക്കിയിട്ടൊക്കെ തന്നെയാണ് നമ്മളിത് വാങ്ങിക്കാൻ പോയത്. ബിക്കോസ് എനിക്കിത് പേഴ്സണലി യൂസ് ചെയ്ത് ആരെയും പരിചയമില്ല. ഞാൻ ഈ ഇതിലൊക്കെ കണ്ടിട്ടുള്ളതല്ലാതെ. അപ്പോൾ ഇത് ആദ്യമായിട്ട് യൂസ് ചെയ്യണതുകൊണ്ട് ഇനി ശരിയായില്ലെങ്കിലോ എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളങ്ങനെ എടുത്തു. ഞാൻ എടുത്തത് സീമെൻസ് ആണ്. പിന്നെ LGയുടെ ആണ് ഇപ്പോൾ കാണിച്ചു തരുന്നത്. പിന്നെ LGയും അതൊക്കെ നോക്കിയപ്പോൾ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ബോച്ച് സീമെൻസിനൊക്കെ ഇത് നമ്മൾ എന്തായാലും നമ്മളിടുന്ന പ്ലേറ്റ്സിലൊക്കെ അല്ലെങ്കിൽ പോട്ടിലൊക്കെ ഡേർട്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതെല്ലാം താഴെ ഒരു ഫിൽട്ടർ ചെയ്യുന്ന ഒരു ഇതിലാണ് പോകുന്നത്. ബാക്കിത്തേലൊക്കെ നമ്മളത് എവറി വാഷ് കഴിയുമ്പോൾ അതെടുത്തിട്ട് അത് ക്ലീൻ ചെയ്യണം. പിന്നെ അപ്പോൾ ഈ സീമെൻസിലും പോച്ചിലൊക്കെ കണ്ടൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അത് അതിൽ തന്നെ ഗ്രൈൻഡായിട്ട് അതിൻ്റെ പൈപ്പ് വഴി അങ്ങ് പോയിക്കോളും. നമ്മൾ പിന്നെ വാഷ് ചെയ്യേണ്ട കാര്യമില്ല. ഇതാണ് ഞാൻ വാങ്ങിയ മോഡൽ. ഇത് വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ. ഇത് സീമെൻസിൻ്റെ ഈ മോഡലാണ് ഞാൻ വാങ്ങിയത്. IQ700 ആണ് അതിൻ്റെ ഏറ്റവും പ്രീമിയം മോഡൽ എന്നാണ് അവർ പറഞ്ഞത്. അവിടെ ഉണ്ടായിരുന്നതിലും 3 മോഡലിൽ ഏറ്റവും നല്ലത് ഇതായിരുന്നു, ഏറ്റവും പ്രീമിയം ഇതായിരുന്നു. അപ്പോൾ അതാണ് നമ്മളെടുത്തത്. അപ്പോൾ ഇനി ഞാനതിൽ ഞാനിപ്പോൾ ഒരു 2 വീക്സോളം യൂസ് ചെയ്തിട്ട് അതിൻ്റെ 2 വീക്സുള്ള ഒരു റിവ്യൂൻ്റെ ഇതിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. പ്ലേറ്റ്സൊക്കെ വെച്ചു ഞാൻ. എന്താ പറയുക, ബിരിയാണി പോട്ട് എൻ്റെ ഏറ്റവും അത്ര ഡേർട്ടിയായ പ്ലേറ്റ്സ് എല്ലാം വെച്ച്. പിന്നെ ഇഡ്ഡലി പാത്രമൊക്കെ കഴുകാനുള്ള ബുദ്ധിമുട്ട് നമുക്കറിയാമല്ലോ. അപ്പോൾ അങ്ങനെ എല്ലാം. പിന്നെ ഇത് ആക്ച്വലി ഇവിടെ നമുക്കിങ്ങനെ പാത്രം അടക്കി വെക്കാം. അതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടാണ് നിൽക്കുക. ഞാനത് താത്താനും പറ്റും. നമുക്ക് വലിയ പോട്ട്സ് ഉണ്ടെങ്കിൽ കണ്ടോ, ഇതാണ്. ഇത് പൊക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇങ്ങനെ പ്ലേറ്റ്സ് അടക്കി വെക്കാം. പക്ഷെ ഞാൻ എനിക്ക് അതിലും കൂടുതൽ വേറെ കുക്കിംഗ് പോട്ട്സ് ഉള്ളതുകൊണ്ട് അതെല്ലാം ഞാൻ താത്തി വെച്ചിട്ട് പിന്നെ എൻ്റെ വലിയ പോട്ട്സ് എല്ലാം വെച്ച് കൊടുക്കാമായിരുന്നു. ഇതൊക്കെ കറിയൊക്കെ വെച്ചതാണ്. ഇതിലൊക്കെ നല്ല ഓയിൽ കണ്ടൻ്റ് ഒക്കെ ഉണ്ട്. പിന്നെ ഒരു തേങ്ങ എല്ലാം അരച്ചതിൻ്റെ ഒരു മിക്സിൻ്റെ ജാറ്. നമുക്ക് പ്ലാസ്റ്റിക് ആയാലും ഗ്ലാസ് എങ്ങനത്തെ പാത്രങ്ങൾ വേണമെങ്കിലും വെക്കാം. അലൂമിനിയം വെക്കാൻ പറ്റൂല. പിന്നെ ഇത് കട്ട്ലറീസ് വെക്കണതാണ്. കട്ട്ലറീസ് വലുതൊക്കെ ഞാൻ മേളിൽ വെക്കാം. പിന്നെ ഞാൻ ചെറുത് കുറച്ച് അതിൽ വെച്ചത് ഞാൻ ഇതിലേക്ക് തന്നെ എടുത്ത് വെച്ചു. നമുക്ക് ഇഷ്ടം പോലെ സ്പൂൺസ് വെക്കാം കേട്ടോ. അത്രയും അത് ഹോൾഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. ഞാൻ യൂസ് ചെയ്തതും അതും നല്ല ഡേർട്ട് ഉണ്ടായിരുന്നു. അതിലെല്ലാം ഓയിലിൻ്റെ കണ്ടൻ്റ് ഉണ്ട്. അപ്പോൾ അതെല്ലാം വെച്ച് ഇനി ഇത് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് ഞാൻ കാണിക്കാം. നമുക്ക് ടൈമൊക്കെ സെറ്റ് ചെയ്യാം. 1 ഹവറിൻ്റെ ആണ് എപ്പോഴും ഓട്ടോമാറ്റിക് ഉള്ളത്. അതാണ് ഞാൻ ഇട്ടത്. അല്ലാണ്ട് നമുക്ക് ഭയങ്കര കൂടുതൽ ഓയിലുള്ള ഇപ്പോൾ ബിരിയാണി പോട്ട്സ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ കൂടുതലിടാം. വാട്ടറിൻ്റെ ടെമ്പറേച്ചർ അതനുസരിച്ച് ഇത് ചെയ്യാം. പിന്നെ ടാബ്ലറ്റ് ഇട്ട് അടച്ച് ഞാൻ എൻ്റെ ടൈമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. ഇനി ഇത് എൻ്റെ ആഫ്റ്റർ വാഷാണ്. ആഫ്റ്റർ വാഷ് എടുത്തപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പാത്രം കണ്ടാൽ തന്നെ അറിയാം. ആക്ച്വലി എൻ്റെ ഇഡ്ഡലീൻ്റെ പാത്രമൊക്കെ കണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കാരണം പുതിയതുപോലായി. പിന്നെ എൻ്റെ മിക്സിൻ്റെ ഇതാണെങ്കിൽ എൻ്റെ ബാക്കിലൊക്കെ നല്ല കറ പിടിച്ചിട്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം നല്ല അടിപൊളിയായിട്ട് ക്ലീനായി. ഇതിലൊന്നും ഒരു തരി പോലും ഓയിലില്ല. അത്രയും നീറ്റായി. പിന്നെ എൻ്റെ പ്ലേറ്റ്സൊക്കെ നല്ല ഫ്രഷ്, നല്ല പുതിയ പ്ലേറ്റ് പോലെയായി. പിന്നെ സ്പൂണൊക്കെ എല്ലാത്തിലും നല്ല ഓയിലൊക്കെ പിടിച്ചിരുന്നതാണ്. അതൊക്കെ നല്ല തിളങ്ങുന്നു. അപ്പോൾ എൻ്റെ ഒരു ഇതിൽ എനിക്ക് അത്ര ഇഷ്ടമായി. ഞാൻ വാങ്ങിയതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഈ വീഡിയോൻ്റെ താഴെ കൊടുക്കാം. എന്തായാലും നമ്മളുടെ ഇന്ത്യൻ കിച്ചണ് വേർത്ത് തന്നെയാണ് ഡിഷ് വാഷർ. അതിലൊരു സംശയമില്ല.